നമസ്കാരം. സീ മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് ശ്രീമതി യസ്മിനി. ചരിത്രമായ ആശാസമരത്തിൻ്റെ മുന്നണി പോരാളികളിൽ ഒരാൾ. ചരിത്രം എന്ന് പറയുമ്പോൾ 2025, അതായത് നമ്മുടെ ഈ നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം പിന്നിട്ടിട്ട് അടുത്ത കാൽഭാഗത്തിലേക്ക് നമ്മൾ തുടങ്ങുകയാണ് അടുത്ത ദിവസം. എന്ന് പറയുമ്പോൾ 2025 കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഒന്ന് ആശാസമരമായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 265 ദിവസം സമരം നടത്തി. 266ാമത്തെ ദിവസം സമരം അവസാനിപ്പിക്കുന്നു. ഇത് ചരിത്രമായി മാറി. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഏടുകളിലൊന്നായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. ആ സമരത്തിന് കിട്ടിയ രാഷ്ട്രീയ പിന്തുണ, സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉള്ള പിന്തുണ, ഇതൊക്കെ വളരെ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ കഴിഞ്ഞുപോയ വർഷം, വരാൻ പോകുന്ന ഒരു വർഷം, എന്തൊക്കെയാണ് ആശാ പ്രവർത്തകരുടെ പരിപാടികൾ? 18 വർഷമായി ആശാ വർക്കർമാർ എന്ന് പറയുന്ന ഈ വിഭാഗം കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം നടത്തിയ സമരം ഞങ്ങളൊരിക്കലും അങ്ങനെ ഒരു നീണ്ടു നിൽക്കുന്നൊരു സമരമായി കരുതിയിട്ടല്ല ആരംഭിച്ചത്. 2-3 ദിവസം കൊണ്ട് രമ്യമായി പരിഹരിക്കാവുന്നൊരു വിഷയം ഗവൺമെൻറ്റിൻ്റെ ഒരു പിടിവാശി കൊണ്ടും അവിടെ ഒരു ചില തീരുമാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് അത്രയും നീണ്ടുപോയത്. ശരിക്കും തുടങ്ങുമ്പം ഇത് 2-3 ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടുമെന്നാണ് കരുതിയത്. തീർച്ചയായിട്ടും. കാരണം ഗവൺമെൻറ് എന്തായാലും തൊഴിലാളികളുമായിട്ടൊരു ചർച്ചയ്ക്ക് വിളിക്കുമല്ലോ, ആ ചർച്ചയിലൊരു സമവായം ഉണ്ടാക്കും. ഞങ്ങൾ ആവശ്യപ്പെട്ടുന്നത് നിലവിലുണ്ടായിരുന്ന 7,000 രൂപ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് അവരവരുടെ തിരഞ്ഞെടുപ്പ് സമയത്ത് 2021 തിരഞ്ഞെടുപ്പ് പത്രികയിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു, തങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് പ്രതിദിനം 700 രൂപ നിരക്കിൽ അത് വർദ്ധിപ്പിക്കുമെന്ന്. അപ്പോൾ 4 വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയില്ലാതിരുന്ന ഘട്ടത്തിലാണ് നമ്മളൊരു സമരവുമായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഒരു മാന്യമായ തുക, അതായത് ഈ പ്രകടന പത്രികയിൽ അന്ന് ഇന്നത്തെ ഇടത് സർക്കാർ തുടർഭരണം ആഗ്രഹിച്ചുകൊണ്ട് നേരിട്ട ഒരു തിരഞ്ഞെടുപ്പിൽ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ ഇത് വിശ്വസിച്ച് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷം ആളുകളെ, കാരണം വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആശമാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ വർധനവെന്ന് പറയുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്ന വർധന എന്ന് പറയുന്നത് ജീവിതത്തെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണാൻ പറ്റുന്നൊരു വർധനവാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. കാരണം കോവിഡിൻ്റെ മഹാമാരിയിൽ ആശമാർ നടത്തിയ പ്രവർത്തനങ്ങൾ, അതിനെ ശ്ലാഘിച്ചുകൊണ്ട് സർക്കാർ നടത്തിയ പ്രസ്താവനകൾ, ഗവൺമെൻറ്റുകൾ വാരിക്കൂട്ടിയ അവാർഡുകൾ, ഇതൊക്കെ ഒരു ഇൻഡിക്കേഷനായിരുന്നു. അപ്പോൾ അത് തുടർന്ന് ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്ന ഒരു വർധന തന്നെയാണ്. പക്ഷേ ഞങ്ങൾ സമരത്തിന് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ അളവിൽ ഗവൺമെൻറ് ഒരു വർധനവ് നടപ്പിലാക്കും എന്ന് പ്രതീക്ഷിച്ചു. അത് 21,000 ഇല്ലെങ്കിൽ പോലും 21,000 അംഗീകരിച്ചുകൊണ്ട് നൽകാവുന്നൊരു തുക തീർച്ചയായിട്ടും അത് പ്രതീക്ഷിച്ചു. 7,000 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. പക്ഷേ ആ സമരം സ്ത്രീകളെ ആക്ഷേപിക്കുകയും ചർച്ചയ്ക്ക് വിളിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നതിന് പകരം ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും നേതാക്കന്മാരടക്കം അശ്ലീലം പറയുകയും ചെയ്യുന്ന ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയുണ്ടായി. അത് കേരളത്തിൽ ഈ ഗവൺമെൻറ് ആരുടെ പക്ഷത്താണ് എന്ന് വെളിവാക്കുന്ന ഒരു സമരം. അതൊരു പക്ഷേ അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തെന്ന് തോന്നുന്നു. കാര്യം ഇടതുപക്ഷം എന്ന് പറയുന്നത് ദുർബലരായ മനുഷ്യരുടെ കൂടെ നമ്മുടെ ഇടത്ത് കൈ താരതമ്യേന ദുർബലമാണെന്നാണ് വയ്പ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നൊക്കെ ഒരു ഉപമയൊക്കെ ചേർത്ത് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന, ദുർബലരോടൊപ്പം നിൽക്കുന്ന, ഈ ലിംഗഭേദത്തിനനുസരിച്ച് ആണെങ്കിലും സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു ഇടത് സംവിധാനം ഈ മനുഷ്യരുടെ പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചു, മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചു എന്നത് വളരെ അത്ഭുതകരം ആണ് എന്ന മട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതെ, കണ്ടില്ല എന്ന് നടിക്കുന്നതിനും അപ്പുറത്തേക്ക് ആ മുന്നിലിരിക്കുന്ന, ഏകദേശം മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിന്ന് 50 മീറ്റർ മാത്രം മുന്നിലാണ് ഞങ്ങൾ ആ തെരുവിലിരിക്കുന്നത്. അപ്പോൾ ആക്ഷേപിക്കാനും അശ്ലീലം പറയുകയും ചെയ്യുമ്പോൾ, നേതാക്കൾ പറയുമ്പോൾ അതിനെ തിരുത്താൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വസ്തുതയായിരുന്നു. ഇടതുപക്ഷം എന്ന് പറയുന്നവർ എത്രത്തോളം ദുർബലമായി, ഉള്ളു പൊള്ളയായി എന്ന് ലോകത്തിന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസരമായി കൂടെ ഈ സമരം മാറുകയുണ്ടായി. പക്ഷേ ഞങ്ങളെടുത്തൊരു തീരുമാനം, മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡ് 100% ശരിയാണ്. ഈ കേരളം മുഴുവൻ അത് അംഗീകരിക്കുകയും ശരിയാണെന്ന് പറയുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ, സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള ആളുകൾ, ഒറ്റപ്പെട്ട വ്യക്തികളൊക്കെ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട്, മാധ്യമങ്ങളുടെ വലിയ പിന്തുണ, അതൊരു മഹാപ്രവാഹമായിരുന്നു. ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ സങ്കല്പിക്കാൻ പറ്റാത്തൊരു പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നും ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊക്കെ ഉണ്ടായത്. അത് ഞങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകർന്നു എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് പൊതുസമൂഹം ശരിയാണെന്ന് മനസ്സിലാക്കി അതിനെ പിന്തുണയ്ക്കാൻ ആളായും അർത്ഥമായും, ഒരുപക്ഷേ കേരളത്തിൽ ഏതെങ്കിലും ഒരു സമരത്തിന് ഇങ്ങനെ ഒരു പിന്തുണ ലഭിച്ചു കാണുമെന്നറിയില്ല. ഞങ്ങളെ പിന്തുണയ്ക്കാൻ വന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആശമാരുടെ സർവീസുകൾ നേരിട്ട് ലഭിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ കേരളത്തിലെ ഏകദേശം എല്ലാവർക്കും അല്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും കോവിഡ് വന്നിരുന്നു. അന്നാണ് ശരിക്കും ഈ ആശാപ്രവർത്തകരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പ്രാധാന്യം ബോധ്യപ്പെട്ടു തോന്നുന്നു ആൾക്കാർക്ക്. ഒരു മിഡിൽ ക്ലാസ്, അതിന് മുകളിലുള്ള ആളുകൾക്ക് ഒരിക്കലും ആശയുടെ സർവീസിൻ്റെ ആവശ്യം നിലവിലില്ല.
ഒരു താഴെ തട്ടിലുള്ള ആളുകൾക്കാണ് അത് ആവശ്യമുള്ളത്. പക്ഷേ കോവിഡ് സമയത്ത് എല്ലാ വിഭാഗം ആളുകൾക്കും ആശയുടെ സർവീസ് ആവശ്യമായി വന്നു. അപ്പോൾ എത്ര ഉന്നതരായിരിക്കുന്ന ആളുകളും എത്ര സാമ്പത്തികമുള്ള ആളുകൾക്കും ആശ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു സന്ദർഭമായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരമുഖത്തേക്ക് അത്തരം ആളുകളുടെ അടക്കമുള്ള വലിയൊരു പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചത്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, തൊഴിലാളി പക്ഷം എന്ന് പറയുന്ന ഗവൺമെൻറ് ഞങ്ങൾ തൊഴിലാളി പക്ഷത്തല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു അവരുടെ സമീപനം. സ്ത്രീപക്ഷം എന്ന് പറഞ്ഞ ഗവൺമെൻറ് 1% പോലും സ്ത്രീപക്ഷമല്ലെന്ന് തെളിയിച്ചു. ജനാധിപത്യം തീരെ ഇല്ല എന്ന് തന്നെ അവരുടെ എല്ലാവരുടെയും സംഭാഷണത്തിൽ നിന്നും ദൈനംദിന ചർച്ചകളിൽ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉരകല്ലായി ഈ സമരം. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷം ഈ DYFI അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, CPM-ൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ, ഇവരൊക്കെ ഈ ഭരണപക്ഷത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആവശ്യത്തിന് വലിയ തീവ്രമായ ശബ്ദത്തിൽ നിങ്ങളോടൊപ്പം നിന്നേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിന്നേക്കാം. പക്ഷേ അവർക്ക് അധികാരം കിട്ടുമ്പോൾ നമ്മൾ നോക്കേണ്ടുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്ത് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അധികാരത്തിലേക്ക് വരുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പരമപ്രധാനമാണ്. ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ഞങ്ങളൊരു ട്രേഡ് യൂണിയനാണ്. ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12 വർഷമായി രജിസ്റ്റർ ചെയ്തിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയാണ്. ഈ ട്രേഡ് യൂണിയനിൽ എല്ലാ വിഭാഗം ആളുകളെ ഉൾക്കൊള്ളുന്നൊരു ട്രേഡ് യൂണിയനാണ്. അതിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിലുള്ള എല്ലാ പാർട്ടികളിലുള്ള ആളുകളും വിശ്വാസമില്ലാത്ത ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ വന്ന് വളരെ ജനാധിപത്യപരമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കെ ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആളുകളടക്കം ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാരെയാണ് കാണുന്നത്? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടുന്നൊരു വിഷയമാണ്. ഞങ്ങൾ സമരം ചെയ്യുമ്പോഴാണ് PSCയുടെ മെമ്പർമാർക്ക് വലിയ ശമ്പളം കൊടുത്തത്, പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ വലിയ ശമ്പളം കൊടുത്തത്, KV തോമസിനെ പോലുള്ള ആളുകൾക്ക് വലിയ ശമ്പളം കൊടുത്തത്. അങ്ങനെ എന്താണ് ഈ സർക്കാരിൻ്റെ സൈബർ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അവരുടെ ശമ്പളം 10 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ഖജനാവിൽ പണമില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഉള്ള പണം ഞങ്ങൾ ആർക്ക് കൊടുക്കും, അതേത് പക്ഷത്തിന് എന്ന് ഗവൺമെൻറ് വളരെ പ്രകടമായി പരസ്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയായി മാറി. അത് വീണ്ടും സമരത്തെ സംബന്ധിച്ച് വളരെ ഊർജ്ജം പകരുന്നതായിരുന്നു. ഒരു വശത്ത് അതൊരു പ്രതിസന്ധിയും നിരാശയും വിഷമമൊക്കെ ഉണ്ടാകുമെങ്കിലും തീർച്ചയായിട്ടും അത് ആശമാർക്ക് അവരവർക്കൊരു വീര്യം പകരാൻ, കാരണം തങ്ങളെ ഈ തെരുവിലിരുത്തിക്കൊണ്ട് ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഗവൺമെൻറ് ദുർവ്യയം ചെയ്യുന്നതിന്, പ്രത്യേകിച്ചും 4ാം വാർഷിക ആഘോഷത്തിന് മുടക്കിയ കോടികൾ, ഇതൊക്കെ ഒരു ദുർവ്യയമാണ്, ഒരു മുൻഗണന ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് ആശമാർക്ക് പോരാടാൻ കൂടുതൽ വീര്യം പകർന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒടുവിൽ ഈ സമരം അവസാനിപ്പിക്കുമ്പോൾ 266-ാമത്തെ ദിവസം സമരം അവസാനിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ 1000 രൂപയുടെ വർധനവ് വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ നമ്മളതിനെ നമ്മുടെ ആവശ്യങ്ങൾക്കൊപ്പം അത് നിന്നില്ല. നമ്മൾ 21,000 ആവശ്യപ്പെട്ടപ്പോൾ അത്രയൊന്നും വർധനവ് വന്നില്ല, വെറും 1000 രൂപയാണ് വർദ്ധിപ്പിക്കപ്പെട്ടത്. പക്ഷേ നമ്മൾ ഒരു സമരത്തിൻ്റെ വിജയമായി കണ്ടു. പക്ഷേ ഈ സർക്കാർ എന്നതിനെ വ്യാഖ്യാനിച്ചത്, അതിനെ വിശദീകരിച്ചത് ഇത് ആശമാരുടെ സമരത്തിൻ്റെ ഫലമായിട്ടൊന്നുമല്ല, ഇത് ഞങ്ങൾ സാധാരണ ചെയ്യും പോലെ ചെയ്യുന്നു എന്ന മട്ടിലാണ്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ 5 തവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് 3 തവണ NHM-ൻ്റെ ഭാഗത്തു നിന്നും 2 തവണ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വിളിച്ചു. ഒരു പ്രാവശ്യം പോലും 1 രൂപ പോലും കൂട്ടുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് അധികാരികളോ പറഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, ഒരു 3000 രൂപ ഒരു ദിവസം 100 രൂപ വർദ്ധിപ്പിക്കാമോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. അത് 53-ാമത്തെ ദിവസം, അതായത് 21,000 എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ ആവശ്യം വെക്കുമ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് ചെന്നപ്പോൾ അവരോട് ചോദിച്ചത് ഒരു 100 രൂപയെങ്കിലും ദിവസം വർദ്ധിപ്പിക്കാമോ എന്നാണ്. അത് 53-ാമത്തെ ദിവസമാണ് ചോദിക്കുന്നത്. അതിന് മുമ്പ് നടന്ന ഈ 5 ചർച്ചയിലും ഗവൺമെൻറ് 1 രൂപയുടെ വർധനവ് തരുമെന്നല്ല, ഞങ്ങൾക്ക് തരാൻ കഴിയില്ല, നിങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകണമെന്നാണ് പറയുന്നത്. അതായത് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു ധാരണയാക്കലല്ല, നിങ്ങളിത് അവസാനിപ്പിക്കണം എന്ന് പറയാനാണ് ചർച്ചയ്ക്ക് വിളിക്കുക. അതാണ് ചർച്ച. അപ്പം ഞങ്ങൾ അവസാന ചർച്ചയിൽ 53-ാമത്തെ ദിവസമാണ്. കാരണം ഇത്രയും സ്ത്രീകൾ വന്ന് തെരുവിൽ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ കുടുംബത്തിൽ നിന്ന് മാറി നിന്നാൽ ആ കുടുംബത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് അത് പരീക്ഷാക്കാലം, നൊയമ്പ് കാലം, ധാരാളം പ്രതിസന്ധികളുള്ളൊരു സമയത്താണ് ആ ഘട്ടം. അതുകൊണ്ട് ഞങ്ങളൊരു കോംപ്രമൈസ് എന്ന പോലെ ഞങ്ങൾ ചോദിക്കണം, ഒരു 100 രൂപ നൽകാമോ? അപ്പോഴും ഞങ്ങളെ അപഹസിച്ച് വിട്ടവരാണ്. ഞങ്ങൾ തീരുമാനിച്ചു, 1 രൂപയുടെയെങ്കിലും വർധനവ് നേടാതെ ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കില്ല. 100 രൂപ എങ്കിലും കൂട്ടാമോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് സർക്കാരിൻ്റെ പ്രതിനിധികൾ പറഞ്ഞത്? സർക്കാർ അത് യാതൊരു തരത്തിലുള്ള മറുപടിയും പറഞ്ഞില്ല. അങ്ങനെ ഒരു പരിഗണനയില്ല. പകരം ഞങ്ങളൊരു കമ്മിറ്റി നിയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ആ ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെ ഒരിക്കൽ പോലും ഉത്തരമില്ല എന്ന് മാത്രമല്ല, സമരത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.
മുഖ്യമന്ത്രി നേരിട്ട് പറയുന്നു, പത്രക്കാർ ചോദിക്കുമ്പോൾ സമരത്തിൻ്റെ വഴിക്ക് പോട്ടെ, ആർക്കും സമരം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നടത്തുന്ന, തൊഴിലാളികളായിട്ടുള്ള ആ വർഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ നടത്തുന്ന സമരത്തെ മുഖ്യമന്ത്രി നേരിട്ട് ഒരുപക്ഷെ ഇടതുപക്ഷത്തിനെതിരെ ഒരു തൊഴിലാളി വർഗം, ഒരു തൊഴിലാളി വിഭാഗം, പ്രത്യേകിച്ചും വനിതകൾ സമരം നടത്തുന്നു, സമരം ചെയ്ത് ആ സമരത്തെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഇടത് സ്വഭാവത്തിന് ഏൽക്കുന്ന തിരിച്ചടിയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് കൊണ്ടുകൂടിയാവാം മുഖ്യമന്ത്രിയും തീർച്ചയായിട്ടും സർക്കാർ സമരം കൊണ്ട് ആരും ഒന്നും നേടാൻ വിചാരിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചു. അപ്പം സമരം കൊണ്ടാണ് ഈ കേരളമായിരിക്കുന്നത്, സമരം കൊണ്ടാണ്. കേരളത്തിൽ നടത്തിയ എത്രയോ ചരിത്ര സമരങ്ങൾ, നമ്മളൊക്കെ ഇന്ന് ഈ പൊതുരംഗത്ത് വന്ന് നിൽക്കുന്നതിൻ്റെ പിന്നിലൊക്കെ ഉണ്ടായ മനുഷ്യരുടെ അധ്വാനവും സമരവും വളരെ വലുതാണ്, ജീവൻ കൊടുത്ത് നേടിയെടുത്തതാണ് നമ്മളുടെ സ്വാതന്ത്ര്യമടക്കം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നിടത്ത് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾ പറയുകയാണ് സമരം കൊണ്ട് നേടിയെടുക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് തരുന്ന സൂചനകളാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ കാണുകയാണ് അദാനി ഞങ്ങളുടെ പാർട്ണറാണെന്ന് അധികാരത്തിലെത്തുമ്പം എല്ലാവരും ഫാസിസ്റ്റായി മാറുകയാണല്ലേ. തീർച്ചയായിട്ടും അദാനി ഞങ്ങളുടെ പാർട്ണറാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കും. യൂസഫ് അലി കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കണോ വേണ്ടയോ എന്ന് തിരിച്ചറിയാനുള്ളൊരു സമരം കൂടിയായി ഞങ്ങളുടെ സമരം മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ സമരം കേവലം ഒരു സാമ്പത്തിക വർധനവിന് അപ്പുറത്തേക്ക് ധാരാളം കാര്യങ്ങൾ ഈ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ മനസ്സിലാക്കി കൊടുത്തൊരു സമരം കൂടിയാണ്. ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് വെളിപ്പെട്ടു എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇവരെ ഇടതുപക്ഷത്തിൻ്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാത്ത ആളുകളാണ്. അല്ലെങ്കിൽ CITUവിൻ്റെയൊക്കെ വലിയ നേതാക്കൾ വന്ന് പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ആക്ഷേപിച്ച് പ്രസംഗിക്കുമ്പോൾ അതിനെ തിരുത്താൻ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പലതും ഞങ്ങൾ അവഗണിച്ചു, അതൊക്കെ അവരുടെ സംസ്കാരമായി കരുതി. പക്ഷേ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ സുരേഷ് ഗോപി ഞങ്ങളുടെ സമരപ്പന്തലിൽ വരുമ്പോൾ അദ്ദേഹം വന്ന് മഴ നനഞ്ഞുന്ന ആളുകൾക്ക് കുട കൊടുത്തപ്പോൾ അതൊരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണ്. എന്തുകൊണ്ട് ഇവരാരും വന്നില്ല? എന്തുകൊണ്ട് ഇവരുടെ വനിതാ സംഘടനകൾ വന്നില്ല? അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നിടത്ത് ഞങ്ങൾ ആര് വന്നാലും സ്വീകരിക്കും. അദ്ദേഹം അതൊരു പക്ഷേ അത് സുരേഷ് ഗോപി വരുന്നതിനെ അത് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് എന്ന് വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധാരണഗതിയിൽ പറ്റും. അതായത് BJP സർക്കാരിനെതിരെ നടക്കുന്ന ഒരു സമരത്തിൽ ഒരിക്കലും സുരേഷ് ഗോപി വന്ന് ആരെയും പിന്തുണയ്ക്കില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുമ്പോൾ ഇവരുടെ റോൾ എന്താണ്? അതെ, മുതലെടുപ്പ് നടത്താതിരിക്കാനുള്ള നടപടികൾ അവസരം ഇവർ കൊടുത്തു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ നിങ്ങൾക്ക് കുട മാത്രമേ തന്നുള്ളൂ എന്ന് ചോദിച്ച് നിങ്ങൾക്ക് ഉമ്മയും കൂടെ തന്നോ എന്നൊരു നേതാവ് ചോദിക്കുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല, അത് തിരുത്തുന്നില്ല. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടുന്ന കാര്യം. അപ്പോൾ സ്ത്രീകളെ തെരുവിലിട്ട് ആർക്കും ആക്ഷേപിക്കാവുന്ന ആളുകളായി മാറ്റുക കൂടെ ചെയ്തിരിക്കുന്നു. ഞങ്ങളതിനെതിരെ വനിതാ കമ്മീഷന് പരാതി കൊടുത്തു. ഈ കേരളത്തിൽ ഒരു കമ്മീഷനും ഇല്ലെന്ന് ഒന്നുകൂടെ തെളിയിച്ച കാര്യമാണത്. കാരണം ഞങ്ങൾ തെരുവിലിരിക്കെ ഇത്രയും മാധ്യമങ്ങളും പൊതുസമൂഹവും നോക്കിക്കാണുന്നൊരു സമരത്തിൽ ഞങ്ങൾ രേഖാമൂലം ഒരു പരാതി കൊടുത്തിട്ട് ഇത്രയും മാസം പിന്നിട്ടിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പോലും വിളിച്ചിട്ടില്ല. പിന്നെ എന്ത് കമ്മീഷനാണ്? നമ്മുടെ ഖജനാവിലെ പണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്മീഷൻ്റെ ചെയർമാനും മറ്റംഗങ്ങൾക്കും ആ ഓഫീസ് നടത്തിക്കൊണ്ട് പോകുന്നതിനും വലിയ തുകയാണ്, അത് ജനങ്ങളുടെ നികുതി പണമാണ്. അപ്പോൾ ഇത്തരം കമ്മീഷനുകളുടെ പൊള്ളയായ യാഥാർത്ഥ്യം അതും ഈ സമരത്തിലൂടെ വെളിപ്പെട്ടു. പിന്നെ ഞങ്ങൾ സാമ്പത്തികമായി 3500 രൂപയുടെ വർധനവ് ഈ സമരത്തിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഗവൺമെൻറ് പറഞ്ഞത് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണമെന്നാണ്. പക്ഷേ ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു. 1500 രൂപ ഇൻസെൻറ്റീവും പിരിഞ്ഞു പോകുന്ന ആശയ്ക്ക് 50,000 രൂപയുടെ ഒരു റെക്കഗ്നീഷൻ എമൗണ്ടും ഞങ്ങൾ നേടിയെടുത്തു. അത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ 10 ലക്ഷം ആശമാർക്ക് പ്രയോജനം ചെയ്യുന്നൊരു നേട്ടമാണ് ഞങ്ങൾ ഈ തെരുവിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നേടിയെടുത്തത്. 3500 എന്ന് പറഞ്ഞാൽ 1000 രൂപ സർക്കാർ, ഈ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഓണറേറിയം, 1500 രൂപ കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവ്, പിന്നെ ഒരു 1000 രൂപ കേന്ദ്ര ഗവൺമെൻറ് നിലവിൽ തന്നെ നൽകിക്കൊണ്ടിരുന്നതാണ്. ടീം ബേസ്ഡ് ഇൻസെൻറ്റീവ് എന്നാണ് അതിൻ്റെ പേര്. അത് കേരളത്തിൽ നൽകിയിരുന്നില്ല. ഞങ്ങൾ ഈ സമരത്തിനിടയിലുള്ള ചർച്ചകളിൽ, മന്ത്രിയുമായിട്ട് നടന്ന ചർച്ചയിൽ ഞങ്ങളിത് സൂചിപ്പിക്കുകയും മന്ത്രി ആ ചർച്ചയിൽ വെച്ച് തന്നെ അത് കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ച് അത് ഉത്തരവിടുകയും ചെയ്തു. ഞങ്ങൾ പിന്നെ ഡൽഹിയിലെ ഓഫീസിൽ നിന്ന് രേഖകളെടുക്കുമ്പോൾ ഇത് മുൻകാലങ്ങളിലേ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കേന്ദ്രം കൊടുത്തിരുന്നു, അതെ, കേരളം ആശമാർക്ക് തന്നില്ല. കേന്ദ്രം രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും കൊടുത്തുകൊണ്ടിരുന്നത്, കേരള സർക്കാർ അത് കൊടുക്കാതിരുന്നു. ഞങ്ങളത് പിടിച്ചു എന്ന് മനസ്സിലായപ്പോൾ എന്തിനാണ് ഈ സംസ്ഥാന സർക്കാർ ആ കളവ് കാണിച്ചത്? ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഞങ്ങൾ ഈ സാധാരണ സമരം ചെയ്യുക, നമ്മൾ പ്രതിഷേധിച്ച് മടങ്ങിപ്പോവുക. ഇപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കാനൊരു അവസരം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ 18 വർഷത്തെ മുഴുവൻ രേഖകളും ഞങ്ങൾ എടുക്കാനും പരിശോധിക്കാനും സമയം കിട്ടി. പഠിച്ചു. ഞങ്ങളപ്പോൾ മനസ്സിലാക്കുന്നു 2018 മുതൽ എല്ലാ ആശമാർക്കും മരണം അടയുന്ന ആശയ്ക്ക് 2 ലക്ഷം രൂപ, പരിക്ക് പറ്റിയാൽ 2 ലക്ഷം രൂപ, ചെറിയ പരിക്കുകൾക്ക് 1 ലക്ഷം രൂപ, ആശയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്, ഇതൊക്കെ ഉണ്ടായിരുന്നു.
ഇതൊന്നും കേരളത്തിൽ ഒരാൾക്കും ഇതുവരെയും ലഭിച്ചിട്ടില്ല. എത്രയോ ആളുകൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആശമാർ പല വിധത്തിൽ മരണമടഞ്ഞിട്ടുണ്ട്. ഒരു 10 പൈസയുടെ സഹായം കൊടുത്തിട്ടില്ല. ഓരോ തവണയും നമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരുന്ന ആ രേഖകൾ ഞങ്ങൾ എടുത്തു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 3000 രൂപയുടെ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നിലവിലുണ്ടായിരുന്ന കാര്യങ്ങൾ നൽകാതിരുന്നതൊക്കെ ഞങ്ങൾ ഈ സമരമുഖത്തിരുന്ന് അത് ഞങ്ങൾ നേടിയെടുക്കേണ്ടായി. മറ്റൊന്ന്, ആശയ്ക്ക് ഒരു കൃത്യമായ സേവന വ്യവസ്ഥയില്ല. ആശയ്ക്ക് 24 മണിക്കൂറും ജോലിയാണ്. ഓരോ സെൻറ്ററുകൾ കേന്ദ്രീകരിച്ച് ഓരോ PHSകൾ കേന്ദ്രീകരിച്ചും അവിടുത്തെ ഉദ്യോഗസ്ഥർ നിശ്ചയിക്കുന്ന ജോലികൾ സംസ്ഥാന തലത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാകും. അതിന് താഴെ ഓരോരുത്തർക്കും ഇവരുടെ പുറത്ത് ജോലികൾ അടിച്ചേൽപ്പിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് രാത്രി 12 മണിയും 1 മണി വരെയും ജോലി തന്നെയായിരുന്നു. പക്ഷേ ഈ സമരമുഖത്തിരുന്ന് ഞങ്ങൾ പുതിയൊരു സർക്കുലർ, സേവനത്തെ സംബന്ധിച്ചൊരു പുതിയൊരു സർക്കുലർ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇറക്കാൻ നിർബന്ധിതമാക്കി. കൃത്യമായി ആശയുടെ ജോലി എന്താണെന്ന് 18 വർഷക്കാലത്തിനിടയിൽ ആദ്യമായി ഡിഫൈൻ ചെയ്തൊരു രേഖ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ എല്ലാ മാസവും വേതനം നൽകാൻ വേണ്ടുന്നൊരു ക്രമീകരണവും ഇതിലൂടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ 7-8 മാസം കൂടുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന വേതനം ഇപ്പോൾ റെഗുലറൈസ് ചെയ്യാൻ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ആശയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് തന്നെ പറയും. പല തലങ്ങളിലുള്ള അടിമ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആശ ഇന്ന് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഒരു പ്രവർത്തനം നടത്തുന്നൊരു വ്യക്തിയാണെന്നും അവർക്ക് അഭിപ്രായമുണ്ടെന്നും അവരുടെ ജോലിയെ സംബന്ധിച്ചൊരു വ്യക്തതയുണ്ടെന്നും ഒക്കെ തിരിച്ചറിയാനായിട്ടുള്ളൊരു സാഹചര്യം ഈ സമരത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അടിമത്തം മാറിയെന്ന് പറയുന്നത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വളരെ വലിയൊരു ആശ്വാസകരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജോലിഭാരം ഏതാണ്ട് പകുതിയായി കുറയ്ക്കാൻ പറ്റി. ആശയ്ക്ക് ശ്വാസം വിട്ടുകൊണ്ട് അവൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് ഈ ആളുകൾ നടന്നിരുന്നത്. വീടിൻ്റെ ഉത്തരവാദിത്വം നമുക്കറിയാം. ഒരു 60% സ്ത്രീകൾ വിധവകളാണ്, ദരിദ്രരാണ്, സ്വന്തമായി വീടില്ലാത്തവരാണ്. അപ്പോൾ ഈ ഒറ്റ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ വരുമാനം 6-7 മാസം മുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ജീവിതത്തിൻ്റെ താളം തെറ്റും. വാടക വീടുകൾ കഴിയുന്ന ആളുകൾ ഉടമസ്ഥരോട് ചെന്ന്, സ്ത്രീകൾ ചെന്ന് യാചിച്ച് നിൽക്കുക നമ്മൾ ഓർക്കണം. പുരുഷന്മാർ ചെന്ന് കടം പറയുന്നത് പോലെയല്ല, സ്ത്രീകൾ ചെന്ന് കടം പറയുമ്പോൾ അത് വലിയ ഒരുപാട് തരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളതൊക്കെ ഡെയിലി അനുഭവിക്കുന്ന ആളുകളാണ്. നമ്മുടെ അടുത്ത് ഓരോ ദിവസവും വന്ന് ആശമാരത് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഞങ്ങളെ സംബന്ധിച്ച് പല തലങ്ങളിലുള്ളൊരു വിജയമാണ്. 1 രൂപ പോലും തരില്ലെന്നും കേന്ദ്രത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞെടുത്ത് ഞങ്ങൾക്ക് 3500 വർധന വരുത്താൻ പറ്റി. ഓണറേറിയം ഇവിടെയല്ല ചോദിക്കേണ്ടതെന്ന് പറഞ്ഞെടുത്ത് മുഖ്യമന്ത്രി തന്നെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് പറയേണ്ടി വന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും നിങ്ങളുടെ സമരം കണ്ടുകൊണ്ടല്ല, ഈ എന്ന ധാർഷ്ട്യത്തിലാണ് അത് തന്നത്, അത് പ്രഖ്യാപിച്ചത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ടായി. അതിനുശേഷമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നത്. നിങ്ങൾ ഈ സർക്കാരിന് വോട്ട് ചെയ്തോ? ഇല്ല. ഞങ്ങളൊരു തീരുമാനമെടുത്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ട്രേഡ് യൂണിയന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അഫിലിയേറ്റ് ചെയ്ത ഒരു ട്രേഡ് യൂണിയനല്ല, സ്വതന്ത്രമായി നിൽക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ 12 വർഷക്കാലത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളിവിടെ സമരത്തിനിരിക്കുമ്പോൾ അപ്പോഴായിരുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ നമ്മളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് ഇതൊരു സ്ത്രീപക്ഷ ഗവൺമെൻറ്റാണ്, ജനാധിപത്യ ഗവൺമെൻറ്റാണ്, ഇടതുപക്ഷ ഗവൺമെൻറ്റാണെന്ന് പ്രചരണം നടത്തിക്കൊണ്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങിയപ്പോൾ അതല്ല എന്ന് ഞങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യം ഞങ്ങൾ വിളിച്ചു പറയാൻ, ഞങ്ങൾ ഈ സമൂഹത്തോട് പറയാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾ നിലമ്പൂർ പോയൊരു പ്രചരണം നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ അത് വലിയ ചർച്ചാ വിഷയമാകുകയും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ഉയർത്തിക്കാണിച്ച അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്ന അദ്ദേഹത്തിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു. തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതുതന്നെയാണ് സാഹചര്യം. കാരണം 21,000 രൂപ തരുമെന്ന് പറഞ്ഞ്, അത് ആശാവർക്കർ, അംഗൻവാടി, പ്രൈമറി ടീച്ചർമാർക്ക്, മിഡ് ഡേ മീലുകാർക്ക് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി അച്ചടിച്ച് 3.5 കോടി ജനത്തിൻ്റെ അടുത്തും കൊണ്ടുപോയി പ്രകടന പത്രിക കൊടുത്തിട്ട് 4.5 വർഷം പിന്നിടുമ്പോഴും അത് പറയാതിരിക്കുകയും സമരം ചെയ്യുന്ന ആളുകളെ ഇത്തരത്തിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ നിലപാട് ഞങ്ങൾക്ക് തുടരേണ്ടതുണ്ട്. കാരണം ഞങ്ങൾ സമരത്തിലാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമര രൂപം മാത്രമേ അവസാനിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ജില്ലകൾ തോറും കൺവെൻഷനും പരിപാടികളെല്ലാം നടക്കുകയാണ്. ഇപ്പോഴും സമരത്തിൽ തന്നെയാണ്. 21,000 രൂപ എന്ന് പറയുന്ന മിനിമം കൂലിയാണത്, പട്ടിണിക്കൂലിയാണ്. 700 രൂപ ഒരു ദിവസം പട്ടിണിക്കൂലിയാണ്. അതിൽ കുറവ് ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല, ഒരു ട്രേഡ് യൂണിയൻ അവകാശമില്ല, ഏറ്റവും മിനിമമാണത്. അപ്പോൾ 21,000 രൂപ കിട്ടുന്നത് വരെ ഞങ്ങളുടെ സമരം തുടരും, അതിനകത്ത് യാതൊരു തർക്കമില്ല. അപ്പോൾ സമരത്തിലാണ്. സമരത്തിൻ്റെ അടുത്ത ഘട്ടമെന്ന നിലയിൽ ഫെബ്രുവരി 10 ആശാ ദിനമായി ഞങ്ങളത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസം ആയിരങ്ങളായി വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സമരം തുടരുന്ന ഘട്ടത്തിൽ വരക്കം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ നിലപാട് ഞങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് വീണ്ടും ആവർത്തിച്ചു. ഈ സമരത്തെ അധിക്ഷേപിച്ചവർക്കും ആക്ഷേപിച്ചവർക്കും അപമാനിച്ചവർക്കും വോട്ടില്ല
എന്നത് പ്രഖ്യാപനം ഞങ്ങൾ നടത്തി. അത് ആശമാർ വലിയ രീതിയിൽ സ്വീകരിച്ചു. ഏതാണ്ട് 1337 ആശമാർ സംസ്ഥാനത്തെമ്പാടും മത്സരിച്ചിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും ഈ സർക്കാരിനെതിരെയാണ് നിലപാടെടുത്തത്. ജനങ്ങൾ വീടുകളിലേക്ക് പോയപ്പോൾ ആളുകൾ വളരെ സ്വാഭാവികമായി ആശമാരോട് പറഞ്ഞു, നിങ്ങളെ തെരുവിലിരുത്തിയ ഈ ഗവൺമെൻറ്റിന് ഞങ്ങൾ ഇത്തവണ കിട്ടില്ല. ആളുകൾ ഇങ്ങോട്ട് പറയുകയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ആളുകൾ പറയുന്ന ഒരു ട്രെൻഡ്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യന് ഇതിൻ്റെ രാഷ്ട്രീയമൊന്നും അറിയാത്ത, താല്പര്യമില്ലാത്ത, അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ പോലും ഇത് കഷ്ടമല്ലേ? തീർച്ചയായിട്ടും ഇതൊരു മനസാക്ഷിയുടെ വിഷയം മാത്രമായിരുന്നു. ആളുകൾ മനസാക്ഷിയോടുകൂടിയാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഞങ്ങൾ രാത്രിയിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പം 85 വയസ്സും 90 വയസ്സുള്ള ആളുകൾ വരെ, റിട്ടയർ ചെയ്ത ആളുകൾ അവരുടെ വീട്ടിൽ നിന്നിറങ്ങി പകലുള്ള തിരക്കിൽ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ രാത്രി വരികയാണ്, നിങ്ങളെ കാണണമെന്ന് തോന്നുന്നു എന്ന് പറയുന്ന ആളുകൾ. വിദേശ രാജ്യങ്ങളിൽ വന്ന് ചെറുപ്പക്കാർ വന്ന് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് കരയാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും കാണുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ കാണണം. കാരണം കോവിഡ് സമയത്ത് അവരെ നിലനിർത്തിയത്, ഇന്ന് എൻ്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ കൊണ്ടാണ് എന്ന് പറയുന്ന ആളുകളെ ഞങ്ങൾ ധാരാളം ഈ തെരുവിൽ വെച്ച് കണ്ടു. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലല്ലാതെ ധാരാളം ആളുകൾ, ചെറിയ സ്കൂൾ കുട്ടികൾ വരെ ഞങ്ങളോടൊന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പോയി. അപ്പോൾ ആശാ സമരം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടി നടത്തുന്നൊരു സമരമാണെന്നുള്ളത് ഈ മാധ്യമങ്ങളുടെ വലിയൊരു പിന്തുണയോടുകൂടി ലോകം മുഴുവൻ അറിഞ്ഞു എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഫെബ്രുവരി 10 ശേഷം, അതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിങ്ങൾ സർക്കാരിനെതിരെ പ്രചാരണം നടത്തുമോ? എങ്ങനെയാണ് അത് ഞങ്ങൾ അപ്പോഴും തീരുമാനിക്കും. ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മളിങ്ങനെ നമ്മുടെ ഓരോ പ്രവൃത്തിയും സമരമാണ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രത്യക്ഷ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അത് നമ്മൾ അവസാനിപ്പിച്ചു. സമരത്തിന്റെ മറ്റു രൂപഭാവങ്ങളിലാണ്. നമ്മൾ പറയുന്ന വാക്കും പ്രവൃത്തിയും എല്ലാം സമരമാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രഖ്യാപിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ നിലപാടിപ്പ് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ ഇനിയും സമയമുണ്ട്. കാരണം ഇനി ഒരു 4-5 മാസം ഈ ഗവൺമെൻറ്റിന് അവശേഷിക്കുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പറഞ്ഞിരുന്ന വാഗ്ദാനം പാലിക്കുവാൻ ആവശ്യത്തിലേറെ സമയമുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലാക്കൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫെബ്രുവരി 10 അടുത്ത സമരം, അടുത്ത വലിയ പരിപാടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് തീർച്ചയായിട്ടും തീരുമാനിക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് നിശ്ചയിക്കാം. കാരണം ഒരു ബജറ്റ് വരാൻ പോകുന്നു. ആ ബജറ്റിൽ എന്താണെന്ന് നോക്കട്ടെ. അത് ഈ ഗവൺമെൻറ്റിന് മാത്രമല്ല, ഇനി വരാൻ പോകുന്നത് ഏത് ഗവൺമെൻറ്റിനാണെങ്കിലും അവരുടെ മുന്നിൽ ഒരു താക്കീത് തന്നെയാണ്. ഈ സ്ത്രീകളെ ഇനി ഇങ്ങനെ പറ്റിച്ചുവിടാൻ പറ്റില്ല എന്ന്. അതായത് ഈ കോൺഗ്രസ്, ഇപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം ഒരുപക്ഷേ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നുള്ള സൂചനയൊക്കെ തരുന്നുണ്ട്. അതുപോലെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടവർ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സൂചന വെച്ച് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല. എങ്കിലും നിലവിലുള്ളൊരു സൂചന, ഒരു ആൻറ്റി ഇൻകംപൻസി എന്ന് പറഞ്ഞൊരു സംഗതി ശക്തമാണ് എന്നാണ്. ഒരുപക്ഷെ സർക്കാരും അത് സമ്മതിക്കുന്നുണ്ട് പരോക്ഷമായിട്ടെങ്കിലും. സ്വാഭാവികമായിട്ടും ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി UDF അധികാരത്തിൽ വന്നേക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവരുമായി നിങ്ങൾ എന്തെങ്കിലും ചർച്ച നടത്തുമോ? അടുത്ത ഏത് ഗവൺമെൻറ് വന്നാലും ഞങ്ങളതാ പറഞ്ഞത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് ചർച്ച നടത്തുമെന്നാണ് ഞാൻ ചോദിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ ഒരു ചർച്ചയില്ല. അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യതയില്ല. ഞങ്ങളങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ ധാരാളം ഘടകങ്ങൾ അവിടെ വരും. അത് തൊട്ട് തലേ ദിവസം നടക്കുന്ന ഒരു വിഷയം പോലും അതിൻ്റെ പോളിങ്ങിനെയൊക്കെ ബാധിക്കാവുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങളുടെ ഒരു പരിഗണനാ വിഷയമല്ല. മറിച്ച് ഏത് ഗവൺമെൻറ് വന്നാലും ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കാതെ പോയാൽ അവിടെ ആ വിഭാഗം ആളുകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരും എന്നുള്ളൊരു ദിശാസൂചന കൊടുക്കാൻ ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ സമരം നടക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഈ സമരത്തെ സർക്കാർ കണ്ടിൽ നിന്ന് അടിക്കുന്നതും അതൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അവർ വളരെ അനുതാപത്തോടെയുള്ളൊരു നിലപാടൊക്കെ അവരും പ്രഖ്യാപിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ അവരാണ് അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ അവർക്കും സ്വാഭാവികമായ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല അവരിതിനോടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ ആശമാരുടെ ഓണറേറിയം വർധനവ് നടപ്പിലാക്കുമെന്ന് അവരുടെ സംസ്ഥാന തലത്തിൽ അവർ യോഗം ചേർന്ന് തീരുമാനിച്ചതായി നമ്മളുടെ സമരപന്തലൊന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്കത് പാലിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനെയും ഇനി പിന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ ഈ സമരം കാര്യങ്ങളെ ന്യായയുക്തമായി ഈ സമൂഹത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. നേരത്തെ പറഞ്ഞ ഒരു പുതുതായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സേവന സമയവും ഒക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും ഈ സേവന വേതന വ്യവസ്ഥകൾ ഈ പറഞ്ഞതുപോലെ കൃത്യമാക്കുന്നതിന് ഉള്ള സമരമോ മറ്റെന്തെങ്കിലും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? കാര്യം നേരത്തെ പറഞ്ഞ പോലെ പട്ടിണിക്കൂലിയാണ് ഈ പറഞ്ഞ 700 രൂപ എന്ന് പറയുന്നത്. അതെ, ഇപ്പോൾ ഞങ്ങൾ ഈ സമരം നവംബർ 1-ാം തീയതിയാണ് പന്തലഴിച്ചുകൊണ്ട് രാപ്പകൽ സമരം അവസാനിപ്പിച്ചത്. അതിനെ തുടർന്ന് എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും ഞങ്ങൾക്ക് ഇതിനോടകം വളരെ അടിയുറച്ച സംഘടന സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞില്ല, അതാണ് ഗവൺമെൻറ് മനസ്സിലാക്കാതെ പോകുന്ന കാര്യം. അതാണ് ഞങ്ങളുടെ സംഘടന വളരെ വിപുലമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അത് കുറച്ചുകൂടെ ഒരു ചിന്നിച്ചിതറി കിടക്കുമായിരുന്നു. പക്ഷേ ഈ 8.5 മാസം കൊണ്ട് അത് വളരെ ദൃഢപ്പെടുത്തുന്ന ഒരു സമരമായിട്ടത്, സംഘടനയായിട്ടത് മാറി. അപ്പോൾ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് എല്ലാ ജില്ലകളിലും മീറ്റിംഗ്, യൂണിറ്റ് തല മീറ്റിങ്ങുകൾ, പരിപാടികളൊക്കെ നടക്കുക. ഞങ്ങൾ ജില്ലാ ഓഫീസിന് മുന്നിൽ 2 പരിപാടി ഇവിടെ എടുത്തിരുന്നു.
ഇവിടെ തന്നെ ഈ കുടിശ്ശിക ആവശ്യപ്പെട്ടുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ഒരുക്കമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അടിത്തട്ട് പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനെ ഛിന്ന ഭിന്നമാക്കാൻ പറ്റില്ല. മാത്രമല്ല നേതൃത്വം എന്താണെന്ന്, അതാണ് മറ്റൊരു കാര്യം. സമര നേതൃത്വം എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ ആൾക്കൂട്ടം വലിയ സമരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ ബഹുഭൂരിപക്ഷവും കാണുന്നത്. പക്ഷേ ഈ സമരം എന്തുകൊണ്ട് വിജയിച്ചു? നിസ്വരായ ആളുകൾ നടത്തിയിട്ട്. അവിടെ നേതൃത്വം എന്ന് പറഞ്ഞത് ഏതൊരു സമരരംഗത്തും വളരെ പ്രധാനമാണ്. വിശ്വസിക്കാൻ പറ്റുന്ന നേതൃത്വം അത് പ്രധാനമാണ്. ഇപ്പം ഞങ്ങൾ സമരം ഇരിക്കുമ്പോൾ പല സമരങ്ങൾ നടക്കുകയും മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പോവുക നമ്മൾ കാണുന്നത് എത്രയോ വർഷങ്ങളായി കാണുന്നു. പക്ഷേ 5 തവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നതല്ല ഡിമാൻഡ്, ചർച്ചയിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഡിമാൻഡ്. ചർച്ചയിൽ നമുക്ക് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞങ്ങളൊരു സമിതിയെ വെക്കുന്നു പഠിക്കാൻ. സമിതിയെ വെച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനിക്കാം. അതുകൊണ്ട് എല്ലാ യൂണിയനും അതിനോട് കൈയടിച്ച് പാസ്സാക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, തൊഴിലാളിക്ക് പണിയെടുത്തിട്ട് കൂലി കൊടുക്കാൻ സമിതിയുടെ ആവശ്യമില്ല. നിങ്ങൾ ആദ്യം കൂലി കൊടുക്കേണ്ട കൂലി കൊടുത്തുകൊണ്ട് മറ്റ് സേവന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് സമിതിയെ വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമിതിയുടെ റിപ്പോർട്ട് എന്തായി? ഞങ്ങൾ എന്താണോ പറഞ്ഞിരുന്നത് അവർ പറഞ്ഞത് സമിതിയെ വെച്ചല്ലോ നിങ്ങൾ പിരിഞ്ഞു പോകണം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്താണ് ഈ സമിതിക്ക് ബുദ്ധിമുട്ട്, ഞങ്ങൾ സമിതിക്ക് വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. സമിതിയുടെ റിപ്പോർട്ട് വരുമ്പോൾ 1 രൂപയുടെ വർധനവ് സമിതി റെക്കമെൻഡ് ചെയ്തിട്ടില്ല. സമിതി ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കണം. അതിൻ്റെ ഭാഷ പോലും ഒരു IAS കാരിയായിരിക്കുന്ന ഒരു ചെയർപേഴ്സൺ എഴുതുന്ന ഭാഷയല്ലത്. അതിനകത്ത് വളരെ ഇതുമായി യാതൊരു പുലബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 1 രൂപയുടെ വർധന പോലും പറയാത്തൊരു സമിതി, ആ സമിതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ എന്താണോ മുൻകൂട്ടി കണ്ടത് അത് വളരെ വസ്തുതയായിരിക്കുകയാണ്. ഇന്ന് ആ സമിതിയുടെ റിപ്പോർട്ട് ചവറ്റുകുട്ടയിലാണ്, ആ സമിതിക്കൊരു വിലയില്ലാതായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗിമ്മിക്കുകളൊന്നും ഈ സമരത്തിൻ്റെ മുന്നിൽ വിലപ്പോയില്ല എന്നുള്ളത്. ഞങ്ങളോട് ഒത്തിരി ആളുകൾ ആവശ്യപ്പെട്ടു, സമിതി വന്നില്ലേ, റിപ്പോർട്ട് വരട്ടെ, 3 മാസം നിങ്ങൾ എന്തിനാണ് ഈ വെയിലത്തും മഴയത്തും ഇരിക്കുന്നത്, നിങ്ങൾക്ക് പൊക്കൂടെ, റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും സമരത്തിന് വരാം. ഞങ്ങൾ പറഞ്ഞു അല്ല, അപകടം ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, മുന്നനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ്. പുതിയ വർഷം സമരങ്ങൾ നീളുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക്, ഒരുപക്ഷെ ആ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വേഗം ചിലപ്പോൾ കുറഞ്ഞേക്കാം, എങ്കിൽ പോലും ക്രമമായി പതിയെങ്കിലും നമ്മളവിടേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. 2026 നേരത്തെ പറഞ്ഞ പോലെ സമരങ്ങൾ തുടരുന്ന, പ്രതീക്ഷകൾ നന്നായി വരുന്ന കാലമായിരിക്കട്ടെ എന്നുകൂടെ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.